ഹായ് ഹലോ ഗായ്സ്. അപ്പോൾ നമുക്കിന്ന് ക്ലീനിങ് പരിപാടിയാണ്. നമുക്കപ്പോൾ അടുക്കളയും റൂമും ഒന്ന് ക്ലീൻ ചെയ്താലോ? ബായോ. അപ്പോൾ എൻ്റെ ഒപ്പം ഞാൻ മാത്രമല്ല ക്ലീൻ ചെയ്യാൻ, ഇത് ഈ ഒരാളും കൂടി ഉണ്ട്. ഇതിനെ വെച്ചിട്ട് വേണം ഞാൻ ഈ ബാക്കി പരിപാടിയൊക്കെ ചെയ്യാൻ. നോക്കാം നമുക്ക് എവിടെ വരെ എത്തുമെന്ന്. അപ്പം ബായോ. യൂക്കൂട്ടനെ അംഗൻവാടി കൊണ്ടുവന്നാക്കി തിരിച്ചു വരുമ്പോൾ വീട് തലതിരിഞ്ഞായിരിക്കും ഇരിക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ ആക്കി വെച്ചിട്ടാണ് പോകുന്നത്. അത് കഴിഞ്ഞ് എനിക്ക് പ്രത്യേകിച്ച് പരിപാടി എന്ന് പറയാൻ ചോറും കറിയൊന്നും വെക്കണ്ട, നമുക്ക് രാവിലെ എല്ലാം ആവും. അതുകൊണ്ട് ചേട്ടന് ചോറും കൊണ്ടുപോകണം. അത് തന്നെ രാവിലെ ചോറും കറിയൊക്കെ ആവും. അങ്ങനെ വേറൊന്നും ചെയ്യണ്ട, ജസ്റ്റ് അടിച്ചു വാരുക, തൂക്കുക, പാത്രം കഴുകുക, അത്രയേ ഉള്ളൂ. അപ്പം ഞാൻ പാത്രമൊക്കെ നീക്കി വെച്ച് തുടച്ച് അവിടെ ക്ലീൻ ആക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് വേണം പാത്രം കഴുകാൻ. പാത്രം കഴുകാൻ സമ്മതിക്കുമെന്ന് അറിയാൻ പാടില്ല, നോക്കാം. അപ്പോൾ ഞാൻ സിങ്കിലായിട്ട് കഴുകാനുള്ള പാത്രങ്ങളൊക്കെ കൊണ്ടുവന്ന് വെക്കുവാണ്. രാവിലെ ചായ കുടിച്ചതും ചോറ് കൊണ്ടുപോയതും കറി ഉണ്ടാക്കിയതിൻ്റെയൊക്കെ പാത്രങ്ങളൊക്കെ ഉണ്ട്. ഒരു ലോഡ് പാത്രങ്ങൾ. ഇന്ന് പ്രത്യേകിച്ച് വീഡിയോ എടുക്കുന്ന കാരണമാണോ എന്താണെന്ന് അറിയാൻ ഒരു ലോഡ് പാത്രം, സിങ്ക് നിറച്ച് പാത്രമായിരുന്നു ഞാൻ കഴുകാൻ ചെന്നപ്പോൾ. ഞാൻ കാണിച്ചു തരാം കേട്ടോ നിങ്ങളെ. അതുപോലെ ഉണ്ടായിരുന്നേ. എന്തെങ്കിലും ആവട്ടെ, ഞാൻ തന്നെ കഴുകണമല്ലോ. ആലോചിച്ചിട്ട് തന്നെ തല ഇറങ്ങുന്നു. അടുക്കളയിലെ പാത്രം, ടേബിളിലെ പാത്രം കൊണ്ടുവന്ന് സിങ്കിലിട്ടിട്ട് ഞാൻ റൂമിലേക്ക് പോകുമ്പോൾ റൂമിലിരിക്കുന്ന പാത്രം, ഒരു ലോഡ് പാത്രം, എവിടെ നോക്കിയാലും പാത്രം. എൻ്റെ ദൈവമേ, ഇതിനും മാത്രം ഈ വീട്ടിൽ പാത്രങ്ങളുണ്ടോ? പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് ഞാൻ തന്നെയാണ് കൊണ്ടുവന്ന് വെക്കുന്നത്. എന്തെങ്കിലും ആവട്ടെ. ഞാൻ പോയി പാത്രം കഴിട്ടേ. പാത്രം നമുക്ക് ഒരുമിച്ച് കഴുകിയാലോ? ബാ. കഴുകി വെച്ച പാത്രം ഓരോന്നായിട്ട് എടുത്തു വെച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അച്ഛൻ വിളിക്കണത് കൊച്ചു കറിയണമെന്നും പറഞ്ഞു. എന്നാൽ പിന്നെ കൊച്ചിനെ എടുത്തുകൊണ്ട് വന്നിട്ടായി ബാക്കി പരിപാടി എന്ന് വിചാരിച്ചു. Hai. Dadah. Dadah. അതെല്ലാം കഴിഞ്ഞപ്പോഴേക്കും അവൾക്ക് ഉറക്കം വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവൾക്ക് പാലും കൊടുത്ത് അവളൊരു സൈഡാക്കി കിടത്തി ഉറക്കാമെന്ന് വിചാരിച്ചു. എന്നാലാണ് ബാക്കി പരിപാടീസ് നടക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ അവൾക്ക് പാലും കൊടുത്ത് കട്ടിലിൽ കൊണ്ടുവന്ന് ഇട്ടിട്ട് ബെഡൊക്കെ ഒന്ന് തൂത്ത് തുടച്ചിടുകയാണ്. അപ്പടി എന്തൊക്കെയോ കൊണ്ടുവന്ന് രാവിലെ ആങ്ങളെയും പെങ്ങളും കൂടി ഇട്ടേക്കണതായിരുന്നു. അപ്പോൾ അതൊക്കെ തൂത്ത് തുടച്ച് അവളെ കിടത്തി ഉറക്കിയിട്ട് ബാക്കി എന്താണെന്ന് വെച്ചാൽ നോക്കാമെന്ന് വിചാരിച്ചു. ആള് വെറുതെ പാല് കുടിച്ച് കിടന്ന് ഉറങ്ങുമൊന്നുമില്ല. ഇനി ആളെ കാലിലിട്ട് ആട്ടിയിട്ട് വേണം ആൾ ഉറങ്ങണമെങ്കിൽ. ആൾ അപ്പോൾ കാലിലാട്ടി ഉറങ്ങി. അത് കഴിഞ്ഞ് ഞാൻ ബെഡിലേക്ക് മാറ്റി കിടത്തിയിട്ടു ആളെ.
അവളെന്തായാലും ഉറങ്ങി. അപ്പോൾ പിന്നെ മുറി ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചു. ആ ഇരിക്കുന്ന പച്ച ബാസ്ക്കറ്റ് ഉണ്ടല്ലോ, അത് അവളുടെ ഡ്രസ്സൊക്കെ ഇട്ട് വെക്കുന്നതാണ്. അതെടുത്തപ്പോൾ അതിനകത്തുനിന്ന് അവൻ്റെ വണ്ടി തൊട്ട് ഗ്യാസ് കത്തിക്കുന്ന ലൈറ്റർ വരെ അതിൻ്റെ ഉള്ളിൽ നിന്ന് എനിക്ക് കിട്ടി. എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ കയ്യിലിടുന്ന, നമ്മൾ കൈ മുറിയാണ്ടിരിക്കാൻ വേണ്ടി ഇടുന്ന ഒരു ഗ്ലൗസ് ഇല്ലേ, ഇങ്ങനെ അരിയാൻ നേരത്ത്, ആ സാധനം, അതും കൊട, എന്തൊക്കെയായിരുന്നു അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത്. ഒക്കെ അവൻ കൊണ്ടുവന്ന് വെക്കുന്നത് അതിൻ്റെ ഉള്ളിൽ. അടിച്ചുവാരൊക്കെ കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ ദേ ഒരു വട്ടം തുണി അലക്കാൻ. എന്നാൽ പിന്നെ ഇതും കൂടി കൊണ്ട് അലക്കാനിട്ടിട്ട് വരാമെന്ന് വിചാരിച്ചു. അലക്കാനുള്ള തുണി മെഷീനിലിടാൻ ചെന്നപ്പോഴാണ് ഞാൻ ആ നഗ്നസത്യം മനസ്സിലാക്കുന്നത്. ഇന്നലെ ഇട്ട തുണി ഞാൻ ഇതുവരെ എടുത്തില്ല എന്ന്. എന്താല്ലേ, ഒരു ബോധവും വെളിവില്ലാന്ന് തോന്നണേ എനിക്ക്. സത്യമായിട്ട് ഞാൻ മറന്നുപോയി. ഞാൻ ഓർക്കണ പോലും ഉണ്ടായിരുന്നില്ല ഇന്നലെ തുണിയിട്ട കാര്യം. അപ്പോൾ അതേ അതിനകത്ത് കിടന്ന തുണിയൊക്കെ ഞാൻ പുറത്തേക്ക് എടുത്തിട്ട് അലക്കാൻ കൊണ്ടുവന്ന തുണി അതിനകത്തേക്ക് ഇട്ട് വിരിച്ചിടാൻ പോയി. പുറത്തഴിയിൽ എല്ലാ തുണി ഇടാൻ തികയാത്തതുകൊണ്ട് ബാക്കി തുണി ഞാൻ ദേ പുറകുവശത്ത് ഷെഡുണ്ട്, അവിടെ കൊണ്ടുവന്ന് ഇടുവാണ്. ഇതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നത്തെ ഏതാണ്ട് കലാപരിപാടികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ പരിപാടീസൊക്കെ കഴിഞ്ഞ് ഞാൻ ദേ വന്നിരുന്നു. വേറെ പരിപാടി ഒന്നും വീഡിയോ എടുത്തൊന്നും ശരിയായില്ല എന്ന് എനിക്കറിയാം. എന്നാലും കുഴപ്പമില്ല. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം